നമ്മൾ ഇന്നൊരു ഗോതമ്പ് കൊണ്ടൊരു പൂവാടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഗോതമ്പ് കുഴക്കാനും വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനും വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. അത് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അപ്പോൾ നമ്മളുടെ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ചിരവുകയാണ്. ഒരു ഫുള്ള് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പൊടി എടുക്കണ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. അപ്പോൾ ഞാനിന്ന് ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ഞാൻ ചിരവുകയാണ്. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഗോതമ്പ് പൊടിയിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കയ്യിലോ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കാരണം ചൂടായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മളിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള തേങ്ങ ചിരവിയിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് ഏലക്കായ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏലക്കായ് ഇങ്ങനെ ചീന്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഏലക്കായ ഇടണത് എന്തിനാണെന്ന് വെച്ചാൽ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഏലക്കായ ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഷുഗറിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ ഗോതമ്പ് നമ്മൾ കുഴച്ച് വെച്ചിരുന്നത് നമുക്ക് ഇങ്ങനെ പ്രസ്സുമ്മ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കണം. അപ്പോൾ വലിയ ഓവർ വലിപ്പമൊന്നും വേണ്ട, ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിൽ മതി. കാരണം നമ്മളിത് പരത്തിയെടുക്കണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പ്രസ്സുമ്മ അമർത്തിയെടുക്കണുണ്ട്. ഇനി നമ്മൾ നേരത്തെ തേങ്ങയും പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ട് വെച്ചിരുന്നത് നമ്മൾ പരത്തി വെച്ച ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇട്ടെടുത്തിട്ട് നമുക്കിത് മോഡലാക്കിക്കാണ്ടോ അല്ലാതൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ ഷേപ്പ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. അപ്പോൾ പാന് നമ്മൾ തീ കത്തിച്ചുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പൂവട മുങ്ങി നിൽക്കണ രീതിക്ക് വേണം നമുക്ക് എണ്ണ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മളുടെ പൂവാട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം പൂവാട ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ എണ്ണ നല്ലോണം ചൂടായിട്ടില്ല. അപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ട് അതിലോട്ട് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനി മറിച്ചിട്ട് അപ്പുറം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ പൂവാടേൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം പൂവാട വേവിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മളെ പൂവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയുള്ള വല്ല ഓട്ടമുള്ള പാത്രത്തേക്ക് ആക്കി വെക്കുക. കാരണം എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാത്രത്തേക്ക് വെക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ പൊരിച്ചെടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.